മഹാലക്ഷ്മി സീരിയലിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു മേഘനോട് തീർത്താൽ തീരാത്ത പകയുമായിട്ട് വീട്ടിൽ വന്നു കയറാണ്. പക്ഷെ ആ മേഘനോട് വഴക്കിനൊന്നും പോകാതെ ദേഷ്യം ഉള്ളിലടക്കി വെച്ച് മേഘനോട് സംസാരിക്കാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. തുടർന്ന് മേഘനാണെങ്കിൽ വീണ്ടും മാനസയെ അറിയില്ല എന്ന് തന്നെ വാദിച്ചു നിൽക്കുമ്പോൾ അത് കേട്ട് കലി കയറുന്നുണ്ട് മഞ്ജുവിന്. ശേഷം മഞ്ജു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ണേട്ടന്റെ സ്വത്തിനെ മാത്രം ആശ്രയിക്കാതെ മേഘേട്ടൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണല്ലോ പഠിച്ചത്, അതുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് ഇട്ട് നമുക്ക് ജീവിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിച്ചു പോവാണ് കേട്ടോ മേഘൻ. തുടർന്ന് കണ്ണേട്ടൻ എല്ലാം തികഞ്ഞ ഒരു മാന്യനാണെന്നും അരയ്ക്ക് താഴേക്ക് മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തെളിഞ്ഞ മനസ്സാണെന്നെല്ലാം കണ്ണനെ പുകഴ്ത്തിക്കൊണ്ട് മഞ്ജു സംസാരിക്കുമ്പോൾ എന്ന് മുതലാ നിനക്ക് ഈ മാറ്റം എന്ന് ചോദിച്ചു പോവാണ് കേട്ടോ മേഘൻ. തുടർന്ന് കണ്ണേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ സ്നേഹം എനിക്കിനി തിരിച്ചു കിട്ടുമോ എന്ന് അറിയില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇവൾക്ക് ഇത് എന്ത് പറ്റി, അമ്മയെ പറഞ്ഞു തിരുത്തണം, അമ്മ ഇങ്ങനെ ഓരോരോ കുത്തുവാക്കുകൾ പറയുന്നത് കൊണ്ടാണ് ഇവൾക്ക് ഈ മാറ്റം എന്നെല്ലാം ചിന്തിച്ചു പോവാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും വാമനും ചേർന്നിട്ട് കണ്ണൻ തോമസ് ഡോക്ടറുടെ വീട്ടിലെ ചികിത്സയ്ക്ക് പോയ തക്കം നോക്കിയിട്ട് മഹാലക്ഷ്മിയെ കമ്പനിയിൽ വെച്ച് അപായപ്പെടുത്താനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നീട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചുമതല തന്നെ ഏൽപ്പിക്കാതെ മഹാലക്ഷ്മിയെ അതിന്റെ കൺട്രോള് മുഴുവൻ ഏൽപ്പിച്ചതിലുള്ള ഒരു നീരസം ഉണ്ണി കരുണയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മഞ്ജുവിന്റെ ജീവിതവും അവളിപ്പോ തകർക്കാൻ നോക്കുകയാണെന്ന് കരുണ പറയുമ്പോൾ മേഘേട്ടൻ അത്ര ക്ലീൻ ഇമേജ് ഒന്നും അല്ല ഉള്ളത്, സ്ത്രീ വിഷയത്തിൽ ഒരൽപ്പം താല്പര്യമുള്ള ആളാണെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ മേഘനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ കരുണ ചെയ്യുന്നത്. മഹാലക്ഷ്മി നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാതെ നമ്മുടെ ജീവിതം ക്ലച്ച് പിടിക്കില്ല എന്ന് ഉണ്ണി പറയുന്നുണ്ട്. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരും, അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് കരുണയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു കമലേശ്വരത്ത് എത്തുകയാണ്. അപ്പൊ മഞ്ജുവിന്റെ അമുഖം പാടിയിരിക്കുന്നത് കാണുന്ന ദുർഗ, നീയും മേഘനും തമ്മിൽ പിന്നെയും വഴക്കിട്ടോ, മഹാലക്ഷ്മിയും കണ്ണനും ചേർന്നിട്ടാണ് ആ ഫോട്ടോ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ ഇവിടെ വന്ന് പറഞ്ഞു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അതിന് അവരാണ് അത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ വല്ല ഉറപ്പും ഉണ്ടോ എന്ന് മഞ്ജു തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കണ്ണനും മഹിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കണ്ണനെ കാണുന്നതും ശരിക്കും വിഷമാവുന്നുണ്ട് മഞ്ജുവിന്, ഒരു കുറ്റബോധവും തോന്നുന്നുണ്ട്. തുടർന്ന് മഞ്ജുവിനെ കാണുമ്പോൾ ശരിക്കും അത്ഭുതമാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്കും കണ്ണനും. അപ്പൊ നീ ഇനി വീണ്ടും മേഘന്റെ കാര്യം സംസാരിക്കാനാണോ വന്നത്, അവനുള്ള വക്കാലത്തുമായിട്ടാണോ വന്നത് എന്നെല്ലാം കണ്ണൻ ചോദിക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇത് കാണുന്ന കണ്ണൻ, നിന്റെ മുഖത്ത് ആ പഴയ ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മഹിയും അത് ശരിവെക്കുന്നുണ്ട്. ഇതേ സമയം മേഘനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കാണ് കേട്ടോ ദുർഗ ചെയ്യുന്നത്. തുടർന്ന് ദുർഗ പറയുന്നുണ്ട്, മേഘൻ ഇവളെന്ന് വെച്ചാൽ ജീവനാണെന്ന് പറയുമ്പോൾ ഇവളെ അവൻ ജീവനാണ് ഈ കാണുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ അവൻ മറ്റു പലരെയും ജീവനായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ കാര്യം പോക്കാണെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് വീണ്ടും വല്ലാതാവുന്നുണ്ട് കേട്ടോ മഞ്ജു. അങ്ങനെ എന്തെങ്കിലും അവൻ നിന്നോട് കാണിച്ചോ, നീയും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീയും അവനും നന്നായി പോകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നീ അവനെ നേർവഴിക്ക് നടത്താൻ നോക്കിയാൽ നിനക്ക് പ്രതീക്ഷിക്കുന്നത് എല്ലാം ഞാൻ കിട്ടും, അല്ലാതെ നിനക്ക് തരുന്ന സ്വത്ത് മുഴുവൻ തൂർത്തടിച്ച് കളയാനായിട്ട് ഞാൻ അവനെ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് മഹി മഞ്ജുവിനോട് വിശേഷം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ദുർഗ മഹിയോട് കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ, അവളെ വേദനിപ്പിച്ച് സംസാരിക്കുകയാണ്. പിന്നീട് ദുർഗ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ, നീ മേഘനുമായിട്ട് ഒരിക്കലും വഴക്കിടരുത്, അവനൊരു നല്ല പയ്യനാണ്, നീ ഒരു അമ്മയായി കഴിഞ്ഞാൽ അവൻ നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കും, അതിനുള്ള വഴി നീ ഉണ്ടാക്കണം എന്നെല്ലാം മഞ്ജുവിനെ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ മഞ്ജു ആണെങ്കിൽ അതിനുള്ള വഴി ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പൊ ദുർഗയ്ക്കാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നീട് റൂമിലെത്തുന്ന മഹിയും കണ്ണനും ആണെങ്കിൽ മഞ്ജുവിന്റെ ആ മാറ്റത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് എന്തോ ഒന്ന് കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ അവർ ഉറപ്പിക്കുകയാണ്. തുടർന്ന് മേഘൻ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളാണെന്ന് മഞ്ജുവിന് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മഹി പറയുമ്പോൾ എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല, ചിലപ്പോ അവളുടെ സ്നേഹവും കരുതലും കൊണ്ട് അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിഞ്ഞേക്കും, അല്ലാതെ എന്റെ പെങ്ങളുടെ മുഖം ആടിയിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ കണ്ണൻ. ശേഷം മഞ്ജുവിന് ഇത് എന്ത് പറ്റി, അവളുടെ സംഭവത്തിൽ എന്തോ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്, മുമ്പത്തെ ആ ദേഷ്യവും ധിക്കാരവും എല്ലാം മാറി, ഇനി കണ്ണൻ പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ എന്നെല്ലാം ആലോചിച്ചിങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ ദുർഗ. തുടർന്ന് വീണ്ടും ദുർഗ മഞ്ജുവിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം തിരക്കുന്നുണ്ടെങ്കിലും മഞ്ജു ഒന്നും വിട്ടു പറയുന്നില്ല. അമ്മ പറഞ്ഞതെല്ലാം എന്റെ മനസ്സിലുണ്ടെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. പിന്നീട് കരുണയാണെങ്കിലും മഞ്ജുവിനെ കാണുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിന് ചില മാറ്റങ്ങളുണ്ട് എന്നുള്ള കാര്യം കരുണയ്ക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ മഞ്ജു, നീ അത് തന്നെ മനസ്സിലിട്ട് നടക്കുകയാണോ, നിങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നിന്റെ ഏട്ടനും അവളും തമ്മിൽ ചെയ്തതാണ് അതൊക്കെ, മേഘേട്ടൻ എത്ര തവണ അതൊക്കെ നിന്നോട് പറഞ്ഞു എന്ന് കരുണ പറയുമ്പോൾ വേണ്ട കരുണേട്ടത്തി, ഇനി എന്റെ കണ്ണേട്ടൻ
കണ്ണേട്ടനെയും ഏട്ടത്തെയും കുറിച്ച് ഒന്നും പറയണ്ട. അവരെ വേദനിപ്പിക്കാൻ നോക്കിയതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഏട്ടത്തിയുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞു വളരെയല്ലേ, അതുകൊണ്ട് ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ്. ദൈവം ഏത് രീതിയിലാണ് നമുക്ക് ശിക്ഷ തരാൻ പോകുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്ന് മഞ്ജു പറയുന്നുണ്ട് കേട്ടോ കരുണയോട്. അപ്പോൾ കരുണയ്ക്കാണെങ്കിലും മഞ്ജുവിന് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിക്കുകയാണ്. മഹാലക്ഷ്മിയെ അവരെ ഇവരെന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഇപ്പൊ ഏട്ടത്തി എന്നൊക്കെ വിളിക്കുന്നു. ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിച്ചു പോവാണ് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് തോമസ് ഡോക്ടറുടെ വീട്ടില് ചികിത്സയ്ക്ക് പോകാനായിട്ട് തയ്യാറാവാണ്. ഇനി കണ്ണേട്ടനെ തോമസ് ഡോക്ടറുടെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ലെന്നും ഞാനും കണ്ണേട്ടന്റെ ഒപ്പം അവിടെ നിൽക്കുമെന്നും പറഞ്ഞ് മഹി വാശി പിടിക്കുമ്പോൾ അതൊന്നും വേണ്ട, എന്റെ കൂടെ അവിടെ അനന്തു നിൽക്കുമെന്ന് കണ്ണൻ പറയുമ്പോൾ ഇനി അന്നത്തെ പോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയുണ്ടെന്ന് മഹി പറയുമ്പോൾ അന്നെന്നെ കൊല്ലാൻ ശ്രമിച്ചവർ ഇനി അതിന് മുതിരും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇത്തവണ തോമസ് ഡോക്ടർ കുറച്ചുകൂടി അലർട്ടായിരിക്കും. മാത്രമല്ല അവിടെ CCTV വെക്കാം എന്നല്ലേ തോമസ് സാറ് പറഞ്ഞത് എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ടെങ്കിലും മഹിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വല്ലാതെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ മഹിക്ക്. അത് മാത്രമല്ല താൻ ഓഫീസിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാകും. തൽക്കാലം കമ്പനി ഏൽപ്പിച്ചു പോകാൻ നമുക്ക് ആരെയും ഇല്ല, എല്ലാവരും ശത്രുക്കളാണ്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമുക്ക് മാർക്കോയെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചാലോ? ഇപ്പൊ നമുക്ക് കമ്പനി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ മാർക്കോ മാത്രമാണ്. അന്നോ മാർക്കോ കോടതിയിൽ വെച്ച് പറഞ്ഞത് കണ്ണേട്ടനും കേട്ടതല്ലേ, മാർക്കോ MA വരെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കോയെ തന്നെ നമുക്ക് കമ്പനി ഏൽപ്പിക്കാം എന്ന് മഹി ഒരു അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചെത്തുന്നത് വരെ കമ്പനി കാര്യങ്ങളെല്ലാം മാർക്കോയെ ഏൽപ്പിക്കാം എന്ന് മഹി പറയുമ്പോൾ താൻ പറഞ്ഞത് ഒരു നല്ല കാര്യമാണെന്നും ഇനി മാർക്കോ അതിന് സമ്മതിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നും കണ്ണൻ മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്